ചെങ്ങായിമാരെ, നമ്മളെ നാട്ടിലെ സംഖ്യയുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം. അവർക്കുണ്ടല്ല ഉണ്ണാനും പറ്റുന്നില്ല, ഉറങ്ങാനും പറ്റുന്നില്ല. എന്തിനു പറയുന്നത്, കക്കൂസിൽ പോലും ഇല്ല നമ്മളെ നാട്ടിലെ സംഖ്യക്ക് പോകാൻ പറ്റുന്നില്ല. അതിന്റെ കാരണക്കാർ ആരാ നിങ്ങൾക്കറിയാം? അത് വേറെ ആരുമില്ല, കേരളത്തിലെ മുസ്ലിങ്ങളാണ് അതിന്റെ കാരണക്കാർ. അതായത് കേരളത്തിലെ മുസ്ലിങ്ങളെ നിങ്ങളുണ്ടല്ല, നിങ്ങൾ പോലും അറിയാതെ സംഖ്യയുടെ ഉറക്കം കരുതിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് അറിയാം, ഇനി അങ്ങോട്ടുണ്ടല്ല കേരളം ഭരിക്കാൻ പോകുന്നത് മുസ്ലിങ്ങളാണെന്നാണ് കുഴിയിൽ കാലെടുത്ത് വെച്ച സംഖ്യയുടെ എല്ലാമായ PG മോഹൻദാസ് അല്ലേ മൂപ്പർ പറയുന്നത്. വേറൊരു ഭാഗത്തുണ്ടല്ല സംഖ്യയുടെ എല്ലാമായ നമ്മൾ വിശകലയില്ലേ, വിശകലമാണം പറഞ്ഞത് മുസ്ലിങ്ങളുണ്ടല്ല 6ഉം 7ഉം പ്രസവിച്ചിട്ട് ആരും അറിയാതെ അവരിങ്ങനെ ജനസംഖ്യ വളർത്തുകയാണെന്നാണ് നമ്മൾ വിശകലമാണം പറയുന്നത്. അതായത് സത്യം പറഞ്ഞ നമ്മൾ വിശകലമാണത്തിന്റെ ഇപ്പത്തെ പണിയെന്നറിയാം. എത്ര മുസ്ലിം സ്ത്രീകൾ ഗർഭിണിയാകുന്നുണ്ട്, എത്ര മുസ്ലിം പുരുഷന്മാർ മുരിങ്ങക്കായി വാങ്ങി പോകുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ വിശകലമാണം ഇപ്പൊ എണ്ണി നോക്കുന്നത്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ സംഖ്യയുടെ എല്ലാമായ കുഴിയിൽ കാലെടുത്ത് വെച്ച PG മോഹൻദാസ് അല്ലേ മൂപ്പർ പറഞ്ഞ വെറും വൃത്തികേട് ഒന്ന് കേട്ടിട്ട് വന്നാലോ. ഇതിനകത്ത് ഭയപ്പെടുത്തുന്ന ഒരു ഫാക്ടർ ഉള്ളത് ഇത്തവണത്തെ മുസ്ലിം ലീഗിൻ്റെ പെർഫോമൻസാണ്. മുസ്ലിം ലീഗിൻ്റെ എന്ന് പറയണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ മുസ്ലിങ്ങളുടെ എന്ന് പറയാം. കാരണം ഈ ആൾക്കൂട്ടത്തിൽ മുസ്ലിം ലീഗുകാർ എന്ന് പറഞ്ഞ് പെരുമാറിയവർ അവരെല്ലാവരും മുസ്ലിം ലീഗുകാരാണോ എന്നെനിക്ക് സംശയമുണ്ട്. ഞാനീ മൊത്തം കഴിഞ്ഞ 4-ാം തീയതി മുതലുള്ള പ്രയോഗങ്ങളൊക്കെ നോക്കിയപ്പോൾ അതിലൊന്നും മുസ്ലിം ലീഗ് ഖണ്ഡിതമായ ഒരു അഭിപ്രായം പറഞ്ഞതായിട്ട് കാണുന്നില്ല. അവർ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായിട്ട് ചർച്ച ചെയ്തു, ഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കളുമായിട്ട് ചർച്ച ചെയ്തു. പക്ഷേ ഇറങ്ങി വന്നിട്ട് അവരാരും ഒരക്ഷരം TV-കാരോട് പറഞ്ഞിട്ടില്ല. ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗിൻ്റെ ഇല്ല, മുസ്ലിം ലീഗിൻ്റെ പ്രമുഖ നേതാക്കളുടെ ആരുടെയും ഇല്ല, സമസ്തക്കാരുടെ ഇല്ല. പക്ഷേ തെരുവിൽ മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ MSF-ൻ്റെ അവരുടെ യുവാക്കളുടെ വിഭാഗമാണ് പോലും MSF അതിൻ്റെയൊക്കെ പ്രവർത്തകരാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ജാഥയും വളരെ വയലൻ്റ് ആയിട്ടുള്ള ജസ്റ്റേഴ്സും ഒക്കെ ശരീരഭാഷയുണ്ടല്ലോ, അത് വളരെ വയലൻ്റാണ്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ തട്ടിക്കളയും, കേരളം കത്തും. കേരളം മൊത്തം മണ്ണെണ്ണ ഒഴിച്ചിട്ടിരിക്കുകയാണോ കത്തിക്കാനായിട്ട്? ഇനി യഥാർത്ഥത്തിൽ വല്ല ബോംബും വെച്ചിട്ടുണ്ടോ ദൈവത്തിനറിയാം. കേട്ടല്ലോ എല്ലാവരും നമ്മുടെ TG മോഹൻദാസ് പറഞ്ഞത്. മൂപ്പറുണ്ടല്ല മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് മുസ്ലിം ലീഗിനെ മാത്രമല്ല കേരളത്തിലെ മൊത്തം മുസ്ലിങ്ങളെയാണ്. അതായത് ഇയാളൊക്കെ ഉണ്ടല്ലോ മുസ്ലിം ലീഗിനെ കുറ്റം പറയുമ്പോൾ അയാൾ മുസ്ലിം ലീഗിനല്ലേ കുറ്റം പറഞ്ഞത്, നമ്മളെ അല്ലല്ലോ ചിന്തിക്കുന്ന മുസ്ലിങ്ങളില്ലേ അവരോടാണ് ഇയാളൊക്കെ ഉദ്ദേശിക്കുന്നത്. മുസ്ലിം ലീഗ് കൊണ്ട് മൊത്തം മുസ്ലിങ്ങളെയാണ്, കേരളത്തിലെ മൊത്തം മുസ്ലിങ്ങളെയാണ്. പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കോൺഗ്രസ്സുകാർ കാട്ടിക്കൂട്ടുന്ന എല്ലാ കുഴപ്പവും എല്ലാ കൊറ്റുകൊണ്ടല്ല ഇയാളിപ്പോ മുസ്ലിങ്ങളെ നെഞ്ചത്തേക്ക് ഇട്ട്. അതായത് കേരളത്തിൽ എന്ത് സംഭവം നടന്നാലും അതിന്റെ ഉത്തരവാദികളുണ്ടല്ല കേരളത്തിലെ മുസ്ലിങ്ങളാണ്. അതാണ് ഈ സംഘങ്ങൾ പറഞ്ഞു വരുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിലുണ്ടല്ല കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി തന്നെ തീരുമാനിക്കണം. നമുക്ക് നോക്കാലോ കേരളത്തിലെ മുസ്ലിം മുഖ്യമന്ത്രി കഴിഞ്ഞാൽ എന്ത് കുഴപ്പമാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് നോക്കാലോ. ഇവിടെ ഇതിനു മുന്നേ കുറച്ച് ദിവസത്തേക്കാണെങ്കിൽ കുറച്ച് ദിവസം ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത കുരുവട്ടിലാണ് ഈ സംഖ്യക്ക് ഇപ്പോ. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിലുണ്ടല്ല ഒരു മുസ്ലിം തന്നെ മുഖ്യമന്ത്രി ആകണം. എന്നാലേ ഈ സംഖ്യയുടെ കുരുവട്ടിലുണ്ടല്ല മനോഹരമായ കുരുവട്ടിൽ അതിങ്ങനെ കണ്ടിട്ട് നമുക്കൊക്കെ ആസ്വദിക്കാൻ പറ്റൂ. ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്തതായിട്ട് മുസ്ലിങ്ങൾ ഇല്ലാതെ കേരളത്തിലുണ്ടല്ല മുസ്ലിങ്ങൾ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത ഒരേ ഒരു ജീവിയേ ഉള്ളൂ, അത് നമ്മൾ വിശകലമാടാണ്. വിശകലമാടം പറഞ്ഞ ഒരു പച്ച വർഗത ഞാൻ പറഞ്ഞുതരാം. അതായത് വിശകലമാട് ഇന്നലിട്ട പോസ്റ്റാണ്. മഞ്ചേശ്വരത്തെ MLA AK അഷ്റഫിലെ മൂപ്പർക്ക് 6 മക്കളുണ്ട്. അതുകൊണ്ട് എന്തോ വലിയ കുഴപ്പം നടന്നതെന്ന് നമ്മൾ വിശകലമാടം പറയുന്നത്. അതായത് മൂപ്പറടക്കമുണ്ടല്ല ഇങ്ങനെ ജനസംഖ്യ വർദ്ധിപ്പിച്ചിട്ടാണ് മഞ്ചേശ്വരത്തുണ്ടല്ല നമ്മൾ ഉള്ളിസുരനെ തോപ്പിച്ചതെന്നാണ് നമ്മളെ വിശകലമാടൊക്കെ പറഞ്ഞു വരുന്നത്. ഈ സ്ത്രീയുടെ ഒക്കെ മനസ്സിലുണ്ടല്ല എന്തുമാത്രം വർഗീയതയും എന്തുമാത്രം ചാണകായിരിക്കുന്നറിയാം. ആ ചാണകം കണ്ടല്ല എന്തെങ്കിലും ആവശ്യത്തിന് കൊണ്ടുപോകുന്നുണ്ടെങ്കില്ല ഒരിക്കലും തീരാത്ത ചാണകം ആ സ്ത്രീയുടെ തലേന്ന് കിട്ടും. എന്തായാലും വിശകലയുടെ ഈ പോസ്റ്റിന് ഞാൻ തരുന്ന മറുപടിയേക്കാളും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുക അറിയാം നമ്മൾ അൻസാരി ഉസ്താദില്ലേ, ഉസ്താദ് കൊടുത്ത മറുപടി ആയിരിക്കും. ഉസ്താദിന്റെ മറുപടി നിങ്ങൾ കേട്ടില്ല, നിങ്ങൾ ചിരിച്ച് പണ്ടാടങ്ങും. എന്തായാലും നിങ്ങളുണ്ടല്ല ഉസ്താദിന്റെ ഈ വീഡിയോ കാണുമ്പോൾ ഉസ്താദ് ഉണ്ടല്ല കയ്യിലുള്ള പഴം കൊണ്ട് ഒരു ബ്രില്യൻസ് കാണിക്കുന്നുണ്ട്, ഒരു 1.5 ബ്രില്യൻസ്. അതുകൊണ്ട് പഴം കൊണ്ട് ഉസ്താദ് കാണിക്കുന്ന ആ ബ്രില്യൻസും കാണണം, പിന്നെ വിശകലനം കൊടുക്കുന്ന അടിപൊളി മറുപടിയും കാണണം. മഞ്ചേശ്വരത്ത് സുരേന്ദ്രനോട് മത്സരിച്ച് ജയിച്ച TK അഷ്റഫിനെ കുറിച്ച് പറയാനുള്ള ഒറ്റ പരാതിയാണ് ടീച്ചറിന്. ശശികല ടീച്ചർ നോക്കുമ്പോൾ അയാൾ 6 പിള്ളേരുണ്ട്, സഹിക്കുവോ? വേറൊന്നും പറയാനില്ല, അയാൾക്ക് 6 പിള്ളേരുണ്ട് എന്നുള്ള പരാതി. ഉണ്ടായിക്കോട്ടെ ടീച്ചർ, എന്താ പ്രശ്നം? ടീച്ചറെ നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലേ, ഇതിനകത്ത് ആ സഹോദരൻ എത്ര മക്കളുണ്ട്? 10 മക്കൾ. അവർ ചിരിയും കളിയും കണ്ടാ ടീച്ചറെ? നിങ്ങൾ ഇന്ന് വരെ ഈ ആയുസിൽ ചിരിച്ചിട്ടുണ്ടാ? ഒരു നല്ല വർത്താനം പറഞ്ഞുണ്ടാ? ടീച്ചർ നോക്കുന്നത് അയാളുടെ 10 മക്കളെ കാണുമ്പോൾ എന്തായാലും ഒരു ഭംഗി, രസം, ആ കുടുംബത്തിന്റെ സന്തോഷം എന്ത് മനോഹരമാണ് ടീച്ചറെ. ടീച്ചർ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരാൾക്ക് ഇത്ര പിള്ളേരുണ്ടാകാനേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല, ഒരു നിയമത്തിലില്ല. നിങ്ങൾക്ക് പിള്ളേരാകത്തിന് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ടീച്ചറെ? ഇത് അവനവൻ ചെയ്യേണ്ട പണിയാണെന്ന്. എന്ത് കഷ്ടം ടീച്ചർ. മുസ്ലിങ്ങൾക്കൊന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടി ഇരിക്കാൻ പറ്റില്ല, അപ്പോഴേ ഫോട്ടോ എടുക്കുക, അപ്പോഴേ ടീച്ചർ ഫോട്ടോ എടുക്കുക. അവിടെ അങ്ങനെയാണ്, മുസ്ലിങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ എന്ത് ചെയ്ത് ഞങ്ങൾ ജീവിക്കാൻ പറ്റും ടീച്ചറെ?
ഞങ്ങൾ നിങ്ങളെ ആരും നോക്കാൻ വരുന്നില്ല, നിങ്ങൾക്ക് എത്ര പിള്ളേരുണ്ടെന്ന് നോക്കാൻ വരുന്നില്ലല്ലോ. ടീച്ചറെ, കഴിവുള്ളവർക്ക് പിള്ളേരുണ്ടാകുന്നു. ഈ മുന്നാർ ശശി ടീച്ചറെ വിവാഹം കഴിച്ച് കുടുംബത്തോടെ ജീവിക്കുന്ന പ്രായത്തിൽ നോക്കിയ ഒരുത്തൻ ഇതിന് അരട്ടവസരം പോലും പറയാൻ പറ്റില്ല. നൂൽബന്ധം ധരിച്ചുകൊണ്ട് പശുവിനെ കളിപ്പിച്ച് നടക്കും. ഇപ്പൊ വീട്ടിൽ കല്യാണം കഴിച്ച് മക്കളുണ്ടാക്കുന്നവന്മാർ പശുവിനെ പുറകെ നടന്ന് എങ്ങനെ പിള്ളേരുണ്ടാകും? എന്നിട്ട് മാന്യമായിട്ട് വിവാഹം കഴിച്ച് നല്ല മക്കളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നവരെ കാണുമ്പോൾ അവർക്ക് ആറ് പിള്ളേരുണ്ടാകുന്നു. എടാ, പശുവിനെ കളിപ്പിക്കാൻ വീട്ടിലോട്ടാണ് പോകേണ്ടത്. എന്തിനാണ് നമുക്ക്, എന്തിനാ ഇതൊക്കെ? മക്കൾ ധാരാളം ഉണ്ടാകുന്നത് രാജ്യം പിടിക്കാൻ വേണ്ടി മാത്രമല്ല. നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ പൂർവ്വികർക്ക് ധാരാളം മക്കളുണ്ടായിരുന്നു. എന്താണ്? മക്കൾ സമൃദ്ധി എന്നുള്ള ജീവിതത്തിന്റെ അലങ്കാരമാണ്. EMSന്റെ അച്ഛനും അമ്മക്ക് എത്ര പിള്ളേരുണ്ടായിരുന്നു? എന്ത് ശശികല ടീച്ചറിന്റെ അച്ഛനും അമ്മക്ക് എത്ര പിള്ളേരുണ്ടായിരുന്നു? ഇന്നും അത് തുടരുന്ന എത്ര മനുഷ്യന്മാരുണ്ട്? എനിക്ക് 3 പിള്ളേരേ ഉള്ളൂ. 4ാമത്തോടെ റിലീസാവും. എന്നാൽ നമ്മുടെ നാട്ടിൽ 10 മക്കളുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പൊ കണ്ടില്ല, ഇത് മുസ്ലിം അല്ല, ഇത് ക്രൈസ്തവ സഹോദരനാണ്. എന്ത് സന്തോഷം, അവരുടെ കുടുംബജീവൻ കാണാൻ എത്ര സമാധാനമുണ്ട്. ടീച്ചറെ, അസമിലെ മുഖ്യമന്ത്രി പറഞ്ഞത് നമുക്ക് ധാരാളം BJP നമുക്ക് ധാരാളം പിള്ളേർ വേണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് നിങ്ങൾ ഇവിടെയും പറയും. നിങ്ങൾ മുസ്ലിമീങ്ങളെ കണ്ടിട്ട് ഇങ്ങനെ സങ്കടപ്പെടേണ്ട, നിങ്ങളും പറയും. അവർക്ക് നല്ല ഈന്തപ്പഴം മാതനാരങ്ങൾക്കും മേടിച്ചു കൊടുത്തിട്ട് അവർക്ക് പറ, വീട്ടോട്ട് ചെല്ലാൻ പറ. 29ാമത്തെ 30ാമത്തെ 35ാമത്തെ വയസ്സായിട്ട് ഒരുപാടെണ്ണത്തിന് പെണ്ണ് കിട്ടുന്നത്, പെണ്ണ് കിട്ടുന്നില്ല. ഇവനൊന്നും കെട്ടാം. ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് ജീവിച്ചാൽ ഇവിടുന്ന് പെണ്ണ് കിട്ടാനാടാ? ഇവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആരാണ്ട് രാജ്യം പിടിക്കാൻ പറഞ്ഞു അവൻ കരങ്ങേറ്റ് അസ്വസ്ഥപ്പെടുക. ഞങ്ങളൊക്കെ ഇവിടെ കുഴിമന്തിയും നല്ല ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകണം. വരെ പറഞ്ഞ് വീട്ടിലോട്ട് വിട്, ഉണക്കപ്പഴോട്ട് ഉണക്കാറ്. അതിന് കുറ്റം. നിങ്ങൾക്ക് പെണ്ണ് കിട്ടാത്ത, നിങ്ങൾ മക്കളുണ്ടാക്കാത്ത ഞങ്ങളെ കുറ്റം പറയുന്ന കാര്യം. ഇപ്പൊ 82% മുകളിലല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യും, മുസ്ലിമീങ്ങൾക്ക് ഈ രാജ്യം പിടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സമാസമ പറഞ്ഞെങ്കിൽ ഇനി ഒരുപാട് കാലമുണ്ട്. ആ കാലത്തിനുള്ളിൽ നിങ്ങൾ ഇതപ്പോഴും ബദാമ തിന്നാൽ മതി. നിങ്ങളെ എന്തൊരു കഷ്ടമാണെന്ന് പറയുമോ നമ്പുരാനെ. TK അഷ്റഫിന് 6 പിള്ളേരുള്ള പ്രശ്നം, മുസ്ലിമീങ്ങൾ ആർക്ക് 6 പിള്ളേരുള്ള 3 പിള്ളേരല്ല, അതിന് പ്രശ്നം. അവിടെ ഇത് നിങ്ങളെ കൊണ്ട് സാധ്യമാകുന്നതാണ്. സമയത്ത് പെണ്ണ് കിട്ടുക. ഇവന്മാർക്കൊക്കെ ആ സമയത്ത് പെണ്ണിട്ടാൻ പറ. 35-40ാമത്തെ വയസ്സിലേക്ക് സാധനം മുരടിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലാതെ നേരത്തെ കാലത്ത് മാർക്ക് പെണ്ണിട്ടാൻ പറ. ആഹ്വാനം കൂടി എന്നിട്ട് പേരോട്ട് പോകാൻ പറ. എല്ലാ ദിവസവും വൈകുന്നേരം കള്ളും കുടിച്ചാണ് വീട്ടിൽ ചെല്ലുന്നത്. കള്ളും കുടിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കാര്യം പറ ടീച്ചറെ. ഇവർക്ക് നല്ല ആഹാരം, നല്ല ആഹാരങ്ങൾ കഴിക്കാൻ പറയുക, വിഭവസമൃദ്ധമായ ആഹാരം കഴിക്കാൻ പറയുക, നല്ല വസ്ത്രം ധരിക്കാൻ പറയുക, നല്ല ഊതിന്റെ അത്ര തേക്കാൻ പറയുക, അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ, ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കാൻ പറ. അല്ലാതെ പോകണം. TK അഷ്റഫിന്റെ നാട്ടിലുള്ള മുസ്ലിംകൾക്കൊക്കെ പിള്ളേരുണ്ടാകുന്ന കണ്ടു കഴിഞ്ഞാൽ അവനിക്ക് 6ൽ നിന്ന് 10ലേക്ക് പോകും. നീ ഇവിടെ നിന്ന് ഇങ്ങനെ സാധനം പഴം ഇവിടെ നിന്ന് ഇങ്ങനെ അതന്നെ. ഉസ്താദ് കയ്യിലുള്ള പഴം കൊണ്ട് കാണിച്ച ബ്രില്യൻസ് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതെല്ലാം നമ്മളെ വിശകലമാടുണ്ടല്ല, എങ്ങനെ സഹിക്കും? നമ്മൾ അൻസാരി ഉസ്താദ് പറഞ്ഞ പോലെ ഉണ്ടല്ല, സംഖ്യകൾ മൊത്തം ഉണ്ടല്ല, മുസ്ലിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നുണ്ടോ, അവർ പ്രസവിക്കാൻ പോകുന്നുണ്ടോ നോക്കിയിട്ട് എല്ലാ ഹോസ്പിറ്റലുകളും, കേരളത്തിലുള്ള മൊത്തം ഹോസ്പിറ്റലിലെ അതിന്റെ വരാന്തയിലൂടെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നടക്കലാണ്. എന്റെ വിശകലമാടം, നിങ്ങൾ ചെക്ക് ചെയ്യാൻ വിട്ട ആ സംഖ്യകളോടുണ്ടല്ല, രാത്രിയെങ്കിലും സ്വന്തം വീട്ടിൽ പോയിട്ട് സ്വന്തം ഭാര്യന്റെ കൂടെ ഒന്ന് കഴിയാൻ പറഞ്ഞു കേട്ടാ. അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കാര്യം നടക്കൂല കേട്ടാ. അതുമാത്രമല്ല, മുസ്ലിം ജനസംഖ്യ കൂടുന്നുണ്ട്, അവർ ഒരുപാട് പ്രസവിക്കുന്നുണ്ടെന്ന് അങ്ങനെ ടെൻഷൻ അടിച്ച് നടന്നാണ്ടല്ല, കയ്യിലുള്ള പഴമില്ലേ, ആ പഴം വാടിപ്പോവും. അതായത് ഒരുപാട് ടെൻഷൻ അടിച്ചെങ്കിൽ കയ്യിലുള്ള പഴമില്ലേ, ആ പഴം കൊണ്ട് ഒരു കാര്യമില്ല, അതങ്ങ് വാടിപ്പോവുള്ളൂ. അതുകൊണ്ട് വിശകലമായിട്ടുണ്ടല്ല, കൂടിയുള്ള സംഖ്യയോട് പറയണം, ഇനി അങ്ങോട്ടേക്കുണ്ടല്ല, മുസ്ലിങ്ങൾ പ്രസവിക്കുന്നുണ്ടോ, മുസ്ലിം പുരുഷന്മാർ മുരിങ്ങാക്കോലി വാങ്ങുന്നുണ്ടോ, അതൊന്ന് ചെക്ക് ചെയ്ത് നടക്കാതെ വേഗം പോയിട്ട് സ്വന്തം പ്രത്യുത്പാദനമില്ലേ, അതിനുള്ള വഴി നോക്കാൻ പറ. അല്ലാതെ വിശകലമാടവും TG മോഹൻദാസൊക്കെ ഇങ്ങനെ വർഗീയത പറഞ്ഞിട്ടുണ്ടല്ല, വർഗീയത മാത്രമേ മൂക്കൂ. പഴമില്ലേ, സംഖ്യയുടെ കയ്യിലുള്ള പഴം, ആ പഴം ഒരിക്കലും മൂക്കില്ല, അതുണ്ടല്ല വാടി പണ്ടാരടങ്ങും. പിന്നെ അങ്ങോട്ടുണ്ടല്ല, ഈ വാടിയ പഴമില്ലേ, ഈ വാടിയ പഴം കൊണ്ട് ഒരു കാര്യമില്ല, സംഖ്യക്ക് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോഴെന്തായാലും തൽക്കാലം കുഴിയിൽ കാലെടുത്ത് വെച്ച TG മോഹൻദാസിനും വിശകലമാടത്തിനും വയറ് നിറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.